Good morning, my dear students. Next topic, ഗവൺമെന്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ആഫ്രിക്കയിലെ ഗവൺമെന്റ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ആഫ്രിക്കൻ കൺട്രീസ് സെറ്റപ്പ് എ സിംഗിൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളിലും സിംഗിൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അത് ഏതിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? അവിടുത്തെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിൽ. കെനിയ അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഇങ്ങനെ സിംഗിൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കീഴിൽ. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണോ ഇങ്ങനെ അഡാപ്റ്റഡ് സെക്ടറൽ കോപ്പറേറ്റീവ് ലോസ്, ചില സ്ഥലങ്ങളിൽ സെക്ടറൽ കോപ്പറേറ്റീവ് ലോസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഷെയർ റെസ്പോൺസിബിലിറ്റി ഫോർ സ്റ്റാറ്റുറ്ററി ഫങ്ഷൻസിലേക്ക് രജിസ്ട്രേഷൻ ആൻഡ് ലിക്വിഡേഷൻ, രജിസ്ട്രേഷൻ അങ്ങനെയുള്ള സ്റ്റാറ്റുറ്ററി ഫങ്ഷൻസിന് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ അവര് ആരുമായിട്ട് ഷെയർ ചെയ്യുന്നു? സിംഗിൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ചില രാജ്യങ്ങളിൽ ഇനാക്ട്മെന്റ് ഓഫ് മോർ റെസ്ട്രിക്റ്റീവ് കോപ്പറേറ്റീവ് ലോസ്, പല തരത്തിലുള്ള കോപ്പറേറ്റീവ് ലോസ് നിലവിൽ വരുത്തുന്നു. അങ്ങനെ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഗൈവ് മോർ പവർ ടു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. കോപ്പറേറ്റീവ് ലോസ് കൂടുതലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന് നല്ല പവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ദേ ബിക്കെയിം റെസ്പോൺസിബിൾ ഫോർ ഓൾമോസ്റ്റ് എവരി ആസ്പെക്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അങ്ങനെ കോപ്പറേറ്റീവ് ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രാജ്യങ്ങളിൽ കൂടുതലായിട്ടുള്ള പവർ കോർപ്പറേഷന് കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കോപ്പറേറ്റീവ് മാനേജ്മെന്റിന് ധാരാളം റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഡിസിഷൻ റിഗാർഡിംഗ് ലോൺ എങ്ങനെ കൊടുക്കണം, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരിക്കണം, ഇലക്ഷൻ അവിടെ എങ്ങനെയാണ് നടത്തേണ്ടത്, ഇതൊക്കെ അവര് രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ്സിന്റെ കമ്മീഷണറുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടായിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത്. അതേസമയം തന്നെ കോപ്പറേറ്റീവ്സ് ബിക്കെയും സബ്ജക്റ്റഡ് ടു ഇന്റർഫറൻസ് ഫ്രം അതർ ഏജൻസ്. അതേസമയം തന്നെ കോപ്പറേറ്റീവ്സ് ആ സ്ഥലത്തുള്ള ലോക്കൽ അതോറിറ്റീസിന്റെയും അവിടുത്തെ ഡെവലപ്മെന്റ് ബാങ്കുകളുമായിട്ട് ഇന്റർഫറൻസ് എപ്പോഴും അവര് കമ്മ്യൂണിക്കേഷനുമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെയുള്ള റൂളിംഗ് പാർട്ടീസുമായിട്ട്. അപ്പർ ഹാൻഡ് ഓഫ് റൂളിംഗ് പാർട്ടി ട്രൈഡ് ടു റെസ്ട്രെയിൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവിടെ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് അവര് ട്രൈ ടു റെസ്ട്രെയിൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അവരുടെ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ മെമ്പേഴ്സിൽ അവരുടെ മെമ്പേഴ്സിനെ ആക്കാനായിട്ട് അവർ കൂടുതൽ ശ്രദ്ധിക്കും. അതനുസരിച്ച് അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അവരുടെ ഇതിനനുസരിച്ച് വരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഗവൺമെന്റ്സ് വേർ കമ്പൽഡ് ടു റിവ്യൂ ദെയർ കോപ്പറേറ്റീവ് പോളിസീസ്. ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് അവിടെയുള്ള അവരുടെ കോപ്പറേറ്റീവ് പോളിസീസ് ഒക്കെ റിവ്യൂ ചെയ്യും, ചേഞ്ച് ചെയ്യും. അതുപോലെ ഏതിന്റെ ബേസിലായിരിക്കും? സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ബേസിലും. അതോടൊപ്പം തന്നെ റീഡിഫൈൻ ദ റോൾ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ്. അവരുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ റോൾ, ഗവൺമെന്റിലുള്ള റോൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. അതിനു വേണ്ടിയിട്ട് അവർ റെലവെന്റ് ആയിട്ടുള്ള ആക്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. 1985 ശേഷം ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ സ്റ്റാറ്റുറ്ററി പവേഴ്സ് ഒക്കെ കൊടുത്തിരുന്നു, പ്രൊമോഷൻ, ടെക്നിക്കൽ, മാനേജറിയൽ ഫങ്ഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതിന്റെ ഫലമായിട്ട് വർക്ക് ഫോഴ്സ് ഓഫ് മെനി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ശ്രിങ്ക് കൺസിഡറബിളി. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വർക്ക് ഫോഴ്സിൽ ചേഞ്ചസ് വന്നിരുന്നു. നെക്സ്റ്റ് ഇതാണ് സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആഫ്രിക്കയിലുള്ള കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മീനിങ് മനസ്സിലാകും. ആഫ്രിക്കയിലുള്ള കോപ്പറേറ്റീവ് ഫീൽഡിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്പെഷ്യലായിട്ട് സപ്പോർട്ട്. ഇപ്പൊ നമ്മളുടെ സ്ഥലത്തൊക്കെ ആണെങ്കിലോ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞില്ല. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ളതൊക്കെ JDC, HDC ആ കോഴ്സുകളൊക്കെ. അപ്പൊ അതുപോലെ തന്നെ ആഫ്രിക്കയിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് കോപ്പറേറ്റീവ് കോളേജസ് ഉണ്ട്, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഉണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും ഇൻഡിപെൻഡൻസിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്തു. അവർ ലോങ് ടേം ആയിട്ടുള്ള മീഡിയം ടേം, ഷോർട്ട് ടേം കോഴ്സസ് ഒക്കെ കോപ്പറേറ്റീവ് പേഴ്സണലിന്, അതുപോലെ കോപ്പറേറ്റീവ് ഫീൽഡിലുള്ള ലീഡേഴ്സിനൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് അഡീഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ജനറൽ മെമ്പർഷിപ്പ് എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നു, ട്രെയിനിങ്, മെറ്റീരിയൽ പ്രൊഡക്ഷൻ, റിസർച്ച്, ഇതിനൊക്കെയുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. മിക്ക
ആഫ്രിക്കൻ കോപ്പറേറ്റീവ് കോളേജസിലും ലോങ് സ്റ്റാൻഡിങ് സബ്സ്റ്റാൻഷ്യൽ ഡോണർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിൽ നിന്ന് സബ്സിഡി കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് ആൻഡ് ഡോണേഴ്സ് വാണ്ടഡ് ടു ഹാൻഡ് ഓവർ ദ കോളേജസ് ആബ്സല്യൂട്ട്ലി കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ്. ഗവൺമെന്റിനും ഡോണേഴ്സിനും ഒക്കെ താല്പര്യമുള്ളത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആബ്സല്യൂട്ട്ലി ഗവൺമെന്റ് കോപ്പറേറ്റീവ് മൂവ്മെന്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കണം. പക്ഷേ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ വളരെ കുറവായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ മോട്ടിവേഷൻ വളരെ കുറവായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ്. അവിടെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തത് കാരണം ബഡ്ജറ്റ് അലോക്കേഷൻസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അഡീഷണൽ റിസോഴ്സസ് അവരുടെ കരിക്കുലം ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നു. സം കോളേജസ് ആർ സക്സസ്ഫുൾ ഇൻ ഡെവലപ്പിംഗ് ന്യൂ സ്ട്രാറ്റജീസ് ടു കോപ്പ് വിത്ത് ദി സിറ്റുവേഷൻ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില കോളേജസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ആ സിറ്റുവേഷനെ അവർ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. നോ ഡൗട്ട് സം ഓഫ് ദം വിൽ ബിക്കം സെൽഫ് റിലയൻറ്റ്. അതിന്റെ ഫലമായിട്ട് ഒരു സംശയവുമില്ല, കുറച്ച് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറുന്നു. പിന്നെ ടെക്നിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റിനുള്ളത്, ഓഡിറ്റിങ്ങിനുള്ളത്, അങ്ങനെയുള്ള ടെക്നിക്കൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതും വർക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ കോപ്പറേറ്റീവ്സ് എന്നുള്ള കൺസെപ്റ്റ് ഷുഡ് ഡെവലപ്പ് ദെയർ ഓൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു പ്രൊവൈഡ് ഫിനാൻസ് ടു ഇറ്റ്സ് ഓൺ ടെക്നിക്കൽ സർവീസസ്. ടെക്നിക്കൽ സർവീസസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാക്സിമം. അങ്ങനെയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു കോപ്പറേറ്റീവ്സ് വാസ് ഗിവൺ വേരിയസ് ഫോംസ്. ഏതൊക്കെ ഫോംസിലാണ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത്? ഡയറക്റ്റ് ക്യാഷ് കോൺട്രിബ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റിൽ നിന്നും ഡോണേഴ്സിൽ നിന്നും. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിഡൻ സബ്സിഡീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ആഫ്രിക്കയിലുള്ള കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി നോൺ ഗവൺമെന്റ് പ്രൊമോഷൻ ഓർഗനൈസേഷൻസും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. ഇനി അവിടെ ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസും അവിടെ വർക്ക് ചെയ്യുന്നു. NGOs കുറെ ഫോം ചെയ്തിട്ടുണ്ട്. ആഫ്രിക്ക നമുക്കറിയാം, മറ്റുള്ള കോണ്ടിനെന്റ്സ് പോലെയല്ല ആഫ്രിക്ക. അവിടെ കുറെ UNO അതിലത്തെയൊക്കെ കുറെ NGOs കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെയുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് കുറെ വർക്ക് ചെയ്യുന്നു. നമ്പർ ഓഫ് NGOs അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പെർട്ടൈസ് ടെക്നിക്കൽ ഫീൽഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ഫീൽഡിൽ. അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് സെന്റേഴ്സ് ഓഫ് ഡെൻമാർക്ക്, ഫിൻലാൻഡ് ആൻഡ് സ്വീഡൻ, റാംബോ ബാങ്ക് ഫൗണ്ടേഷൻസ് ഓഫ് നെതർലാൻഡ്സ്, ഡെസ്വോസ്, ജർമ്മനി, ബെൽജിയം, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് NGOs വർക്ക് ചെയ്യുന്നത്. മൂവ്മെന്റ് ടു മൂവ്മെന്റ് അപ്രോച്ച് വാസ് സക്സസ്ഫുൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ക്രെഡിറ്റ് യൂണിയൻസ്. അതുപോലെ ക്രെഡിറ്റ് യൂണിയൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സെൽഫ് ഹൗസ് സ്കീംസ് കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മെജോറിറ്റി ഓഫ് ലോക്കൽ, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ NGOs ഇൻ ആഫ്രിക്ക ഇഫക്റ്റീവ്ലി പ്രൊമോട്ട് കോപ്പറേറ്റീവ്സിലേക്ക് ഗ്രൂപ്പ്സ് ആൻഡ് അസോസിയേഷൻസ്. അങ്ങനെ ആഫ്രിക്കയിൽ കുറേ NGOs വർക്ക് ചെയ്യുന്നു. ഇന്റർനാഷണൽ ആയിട്ടുള്ള NGOs കുറെ വർക്ക് ചെയ്യുന്നു. ഇവരുടെയൊക്കെ എയിം ടു പ്രൊമോട്ട് കോപ്പറേറ്റീവ്സിലേക്ക് ഗ്രൂപ്പ്സ് ആൻഡ് അസോസിയേഷൻസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. സ്റ്റിൽ സം ഓഫ് ദം ലാക്ക് ദ എക്സ്പെർട്ടൈസ് ടു ഡെവലപ്പ് appropriate managing system and train group leaders accordingly. Many NGOs tend to discourage the building up of national cooperative movement. കുറെ ഐഡിയോളജീസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ ഡിസ്കറേജ്മെന്റും അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.